പ്രതിസന്ധികൾ നിറഞ്ഞതാണ് ഈ ദുനിയാവ്. ദുനിയാവിൽ ജീവിക്കുമ്പോൾ തലക്കുമീതെ താങ്ങാനാകാതെ വലിയ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മെ തേടിയെത്തും. അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾക്ക് അവന് പരീക്ഷണങ്ങൾ നൽകുന്നത് പരലോകത്ത് അവന് വലിയ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ അംബിയ ഔലിയ വലിയ വലിയ പ്രതിസന്ധികളെ തരണം ചെയ്താണ് അവർ ഈ ദുനിയാവിൽ ജീവിച്ചതും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതും. അള്ളാഹു അവരോടൊപ്പം നമ്മയൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓരോ നിമിഷങ്ങളിലും നമ്മെ തേടിയെത്തുന്ന വലിയ വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും അവയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് എപ്പോഴും കൈമുതലാക്കാൻ പറ്റുന്ന വളരെ പവിത്രമേറിയ ഒരു ആയത്തും അതുമായി ബന്ധപ്പെട്ട ദിക്റുമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് പ്രയോഗിക്കേണ്ട രൂപത്തിൽ പ്രയോഗിക്കുമ്പോൾ അതിന് നല്ല അസറുണ്ടാകും, നല്ല ഫലമുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഞാനത് കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട്. നമ്മൾ ഓരോ വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്കത് കിട്ടുമോന്നറിയൂല. ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാള് നമ്മുടെ വീടും സ്ഥലമൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് പാർട്ടി വരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ആരുടെ അടുക്കലേക്കെങ്കിലും പോവുകയാണ്, വിസയുമായി ബന്ധപ്പെട്ട്, ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ തുടങ്ങി പറഞ്ഞതും പറയാത്തതുമായ പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ട സന്ദർഭങ്ങൾ വരുമ്പോൾ ഓരോരുത്തർക്കും മുറുകെ പിടിക്കാൻ പറ്റുന്ന പവർഫുൾ ആയിട്ടുള്ള മഹത്തായ ദിക്റുകളാണ് പറയുന്നത്. രണ്ട് ദിക്റുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ചൊല്ലിയിട്ട് റബ്ബിൽ നിന്ന് കാര്യം നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മുടെ ഏത് വിഷയങ്ങൾക്ക് ഇറങ്ങുമ്പോഴും, മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാകട്ടെ, നമ്മുടെ ഒരു വാഹനം എടുക്കുകയാണ്, ഇങ്ങനെ ഏത് വിഷയങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന അതിമഹത്തായ ഒരു ദിക്റാണ് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. എത്ര തവണ ചൊല്ലണം ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട്. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, 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 ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഇങ്ങനെ 70 തവണ ഈ ഒരു ദിക്ർ ചൊല്ലുക. അതിനുശേഷം വഉഫവ്വിളു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഇതൊരു 11 തവണ. അപ്പൊ ഏത് വിഷയത്തേക്ക് ഇറങ്ങുന്ന സമയത്തും ഇത് ചൊല്ലി അങ്ങ് ഇറങ്ങുക. അപ്പൊ ഇതിന്റെ ഒരു കൃത്യമായ റൂട്ട് അന്നത്തെ ദിവസം രാവിലെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത് എന്നുണ്ടെങ്കിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് 3 സമയങ്ങൾ പറയുന്നുണ്ട്. ഒന്നുകിൽ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലാം, അല്ലെങ്കിൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ആ ഇരുത്തത്തിൽ ഇരുന്ന് ചൊല്ലാം. അതുമല്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം അവൻ ളുഹാ നിസ്കരിക്കണം. ളുഹാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നുള്ളത് 70 തവണയും വഉഫവ്വിളു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഇതൊരു 11 തവണയും ചൊല്ലാം. അതോടുകൂടെ നമ്മുടെ വിഷയങ്ങൾ റബ്ബിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഇനി അതിന്റെ ഖൈറായ വഴി അള്ളാഹു നമുക്ക് കാണിച്ചു തരും. അള്ളാഹുവിലേക്ക് തവക്കുലാക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ ഈ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ്, ഈ ഒരു ആയത്തും ദിക്റും ഒക്കെ നിങ്ങൾ മുറുകെ പിടിക്കാം. ഇതിപ്പോൾ തന്നെ കാണാതെ പഠിക്കാം. ഇതിനി വീഡിയോ എടുത്ത് കാണേണ്ട ആവശ്യമൊന്നും വരരുത്. ഇത് മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോൾ തന്നെ ഓരോരുത്തരും പഠിച്ചു വെക്കാം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എല്ലാവർക്കും അറിയാം. വഉഫവ്വിളു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ഇത് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കാം. ഇൻഷാ അല്ലാഹ് നല്ല റിസൾട്ട് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന സകല പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ എല്ലാത്തിൽ നിന്നും നമുക്ക് വലിയ രക്ഷ, വലിയ ഹിഫ്ള് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്.
പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടി ഓരോ ചൊവ്വാഴ്ചകളിലും ഒരുപാട് ആളുകൾ വരുമ്പോൾ അവരൊക്കെ പലപ്പോഴും കഴിഞ്ഞ ദിവസവും 2 മണിക്കും 3 മണിക്കൊക്കെ വന്നവര് 8 മണിക്കോ രാത്രി 8 മണിക്കോ 9 മണിക്കൊക്കെയാണ് അവർക്ക് കയറാനുള്ള അവസരം ലഭിക്കുന്നത്. അത് നമ്മൾ ബോധപൂർവം ചെയ്യുന്നതല്ല. അത് ഓരോ കേസുകളും വരുമ്പോൾ കേസിന്റെ ഗൗരവം അനുസരിച്ച് ചിലപ്പോൾ ചിലതിന് കൂടുതൽ സമയമെടുക്കേണ്ടി വരും. അങ്ങനെ ദീർഘമായ സമയം വെയിറ്റ് ചെയ്തിരുന്ന് ലോങ്ങിൽ നിന്ന് വരുന്നവരുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഫാമിലി ഒരു വിദൂര സ്ഥലത്ത് നിന്ന് അവർ ടാക്സി വിളിച്ചാണ് വന്നത്. ഞാൻ ചോദിച്ചു അവരോട്, ടാക്സി വിളിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ എത്ര രൂപ അതിന് ചെലവുണ്ട്? അപ്പോൾ അവർക്ക് ടാക്സി വിളിക്കാതെ വരാൻ കഴിയൂല, അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയൂല, ബസ്സിൽ യാത്ര ചെയ്യാൻ കഴിയില്ല, കാലിന് പ്രയാസമുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരിവിടെ വരുന്ന സമയത്ത് എന്തു നീയത്താണോ അവരുടെ മനസ്സിന്റെ ഉള്ളിൽ കരുതിയിട്ടുള്ളത് ആ നീയത്ത് അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. പല ആളുകളും ഇവിടെ നിന്ന് റൂമിലെത്തി കാര്യങ്ങൾ പറയാനിരിക്കുമ്പോൾ പല കാര്യങ്ങളും പറയും, പക്ഷെ പലതും വിട്ടുപോകും. നമ്മളൊക്കെ അവർക്ക് ദുആ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാഹുവേ, അവർ വന്നപ്പോൾ പറഞ്ഞതും പറയാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയത് അതൊക്കെ ഈ ഒരു വരവോടുകൂടെ എല്ലാം റാഹത്തിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പല പ്രതിസന്ധികളിൽ അകപ്പെട്ട് വന്നവർക്കും നമുക്ക് കൊടുക്കാനുള്ളത് ദുആ ചെയ്യും എന്നുള്ള ഒരൊറ്റ വാക്കാണ്. ഇൻഷാ അല്ലാഹ് അതാണ് എപ്പോഴും ദുആയിൽ അവരൊക്കെ ഉൾപ്പെടുത്തും. അല്ലാഹുവേ, ഇവിടെ വരുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ നീറുന്ന പ്രശ്നങ്ങൾ അവരുടെ ഹൃദയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന പുറത്തു പറയാൻ പറ്റാത്ത രൂപത്തിലുള്ള വലിയ വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടവര് എങ്ങനെ ഇതിൽ നിന്ന് കരകയറുമെന്ന് കരുതി എല്ലാ സ്ഥലങ്ങളിലും പോകും, പല ചതികളിലും പെടും, പല അബദ്ധങ്ങളിലും പെടും. അവസാനമായിരിക്കും ഇവിടെ എത്തിപ്പെടുക. അല്ലാഹുവേ, അവർക്കൊക്കെ നീ വലിയ സലാമത്ത് നൽകണം. അല്ലാഹ് വലിയ ഹിഫ്ള് നൽകണം റഹ്മാനെ. ജീവിതത്തിൽ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം പ്രതിസന്ധികളെ തൊട്ട് അല്ലാഹുവേ ഞങ്ങൾക്കും അവർക്കൊക്കെ നീ വലിയ രക്ഷ നൽകണം. അല്ലാഹ് ഇൻഷാ അല്ലാഹ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ള നമ്മുടെ മജ്ലിസിൽ സ്ഥിരമായി പങ്കെടുക്കാം. മജ്ലിസിൽ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്ന എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം ചൊല്ലുന്നുണ്ട്. അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോൾ അസ്മാഉൽ ഹുസ്നയിലൊക്കെ നല്ല നിയ്യത്താക്കിയിട്ട് പങ്കെടുക്കാം. 99 അസ്മാഉൽ ഹുസ്ന ചൊല്ലാൻ പറ്റുന്നവരെ ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ വെച്ച് ചൊല്ലിയാൽ നല്ല റാഹത്തുണ്ടാകും. ഒരുപാട് ആളുകൾ അങ്ങനെ നിയ്യത്താക്കിയിട്ട് പല കാര്യങ്ങളും നേടിയെടുത്തവരുണ്ട്. അപ്പൊ അസ്മാഉൽ ഹുസ്ന രാവിലെ നടക്കുന്ന മജ്ലിസിലും രാത്രി നടക്കുന്ന മജ്ലിസിലും പങ്കെടുത്താൽ ചുരുങ്ങിയ ദിവസം കൊണ്ട് 99 അസ്മാഉൽ ഹുസ്ന പൂർത്തീകരിച്ച് അതിന്റെ ദുആയിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പൊ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് നിയ്യത്ത് വെക്കാം. ആ നിയ്യത്ത് വെച്ച് അസ്മാഉൽ ഹുസ്നയിലൂടെ അല്ലാഹുവിൽ നിന്ന്, അല്ലാഹുവിനെ വിളിക്കാണല്ലോ അസ്മാഉൽ ഹുസ്നയിലൂടെ, അല്ലാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും.